നമസ്കാരം. പാകിസ്ഥാൻ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന രാജ്യമാണെങ്കിൽ കാനഡ ഖലിസ്ഥാൻവാദികളെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഖലിസ്ഥാൻവാദികൾ വലിയ രീതിയിൽ ഒരു ഭീഷണി മുഴക്കിയപ്പോൾ നമുക്ക് അജ്ഞാതരെ കാനഡയിലേക്ക് ഇറക്കേണ്ടി വന്നത്. എന്നാൽ ഖലിസ്ഥാൻവാദികളെ കൊന്നത് ഇന്ത്യ ആണെന്നായിരുന്നു മുൻ കാനഡ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞിരുന്നത്. എങ്കിൽ അതിന്റെ വ്യക്തമായ ഒരു തെളിവ് പുറത്തുവിടാൻ ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ കാനഡ പരാജയപ്പെടുകയായിരുന്നു. അന്നു മുതലാണ് കാനഡ ഇന്ത്യ തമ്മിലുള്ള ആ ഒരു നയതന്ത്ര ബന്ധത്തിൽ ഒരു വിള്ളൽ വീണത്. കൂടാതെ ഏറ്റവും കൂടുതൽ ഖലിസ്ഥാൻ ബന്ധമുള്ള സംസ്ഥാനമാണ് പഞ്ചാബ് എന്നതും അതുകൊണ്ട് തന്നെ 2022 മോദി പഞ്ചാബ് സന്ദർശിച്ചപ്പോൾ തന്നെ മോദിയുടെ കോൺവേ വാഹനം 15 മിനിറ്റോളം ഫ്ലൈ ഓവറിൽ കുടുങ്ങിക്കിടന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് കാനഡയിൽ ഇരുന്നു കൊണ്ട് മോദിക്ക് നേരെ വധഭീഷണി ഉയർത്തുന്ന ഖലിസ്ഥാൻ വാദികൾ ആ ഒരു രീതി സ്വീകരിച്ചു വരുന്നത്. അതായത് ഗുർപ്രീത് സിംഗ് പന്നൂർ അടക്കം കാനഡയിൽ ഇരുന്നു കൊണ്ട് മോദി എവിടെയെങ്കിലുമൊക്കെ പഞ്ചാബിൽ ഒരു സന്ദർശനമൊക്കെ നടത്തിയാൽ മോദിക്ക് നേരെ ആക്രമണം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുർപ്രീത് സിംഗ് പന്നൂർ ഒരു വീഡിയോ ഒക്കെ പുറത്തുവിട്ടത് നമ്മൾ കണ്ടതാണ്. നിലവിൽ കാനഡ സന്ദർശിക്കുന്ന മോദിയുടെ ജീവന് തന്നെ ഒരു ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ കാനഡയിൽ പുതിയ പ്രധാനമന്ത്രി എത്തിയതോടെയാണ് ചെറിയ രീതിയിൽ ഒരു മഞ്ഞുരുകൽ ഉണ്ടായിട്ടുള്ളത്. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഔദ്യോഗികമായി ഇന്ത്യക്ക് ഒരു ക്ഷണം നൽകിയത്. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലെത്തുമ്പോൾ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന ഭീഷണിയുമായി ഖലിസ്ഥാൻ ഭീകരർ രംഗത്തുണ്ട്. ഖലിസ്ഥാൻ ഭീകര സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് തലവൻ ഗുർപ്രീത് സിംഗ് പന്നൂർ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഭീഷണി മുഴക്കി രംഗത്തെത്തിയിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഘാതകരായ ബിയാൻ സിംഗ്, സത്വന്ത് സിംഗ് എന്നിവരുൾപ്പെടെയുള്ളവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനും ഖലിസ്ഥാൻ ഗ്രൂപ്പുകൾ പദ്ധതിയിടുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ ആർമി ടാങ്കുകൾ ചാവേർ ബോംബ് സ്ഫോടനത്തിലൂടെ തകർത്ത ബീബി സത്നം കൗർ, അതോടൊപ്പം ബീബി വഹീഗുരു കൗർ എന്നിവർക്കും ആദരാഞ്ജലി അർപ്പിക്കുമെന്നും ഖലിസ്ഥാൻ സംഘടനകളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നുണ്ട്. ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി പ്രധാനമന്ത്രിയെ ഉത്തരവാദിയാക്കാൻ G7 രാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് പ്രതിഷേധങ്ങളുടെ ലക്ഷ്യമെന്നാണ് SFJ പറയുന്നത്. ജൂൺ 15 മുതൽ 17 വരെ കാനഡയിലെ ആർബർട്ടനിലാണ് ഉച്ചകോടി നടക്കുന്നത്. നിജാറിന്റെ കൊലപാതകത്തിന് ശേഷമാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത്. മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണങ്ങൾ ഇന്ത്യ അപ്പാടെ തള്ളിക്കളഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.